ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പരിപ്പ് തക്കാളി കറിയാണ്. ചോറിൻ്റെ കൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ ഓൾന്ന് കൊടുക്കുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പരിപ്പ് തക്കാളി കറിക്ക് വേണ്ടി ആദ്യം വേണ്ടത് പരിപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്ന പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പരിപ്പും ഈ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിൽ 1 വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് നകയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് കുറച്ച് മീതേക്ക് വെള്ളം കിടക്കണം. ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. 1 വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 4 തക്കാളി വേണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത്ര ഒന്ന് കല്ലിലൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് ചതക്കാന്ന് കരുതി. പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ ചതച്ചിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ പരിപ്പ് വേവിച്ചില്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് കീറിയിട്ട് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാലും മതിയാവും. ഒരുപാട് അങ്ങോട്ട് ചതയൊന്നും വേണ്ട, ഇത്രയും ചതഞ്ഞാൽ മതിയാവും. അപ്പം അതുകൂടി ഒന്ന് മാറ്റിയിട്ട് അപ്പം നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. വിസിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് ചോറിനെല്ലാം. ഇതാ കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ കുക്കർ മാറ്റിയിട്ട് നമുക്ക് കറി വെക്കാനുള്ള ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിൽ അതോ വെക്കാം. ഞാൻ ഈ പാത്രമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, അല്ലെങ്കിൽ ഇപ്പോൾ 2 വറ്റൽമുളക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും ചുവന്നുള്ളി, ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പും തക്കാളിയും കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും രുചിയൊക്കെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഈ കറി ഈ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ്.
നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അത്രയും ഒരു ടൈം ആകുള്ളൂ. വേറെ തേങ്ങ അരക്കൽ പരിപാടികളൊന്നുമില്ല. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ കുനുകുനാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. തക്കാളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്കും കൂടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം പൊടികളെന്ന് പറയാൻ നമ്മളൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. ഇനി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർക്കണില്ല. ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആ പൊടികളൊന്ന് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്തത്. ഈ പച്ചമുളക് ചതച്ചതിന്റെ ആ എരിവാണ് നമ്മുടെ ഈ കറിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു എരിവെന്ന് പറയുന്നത്. അപ്പോൾ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയാലേ നമ്മുടെ ആ കറിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ, പരിപ്പ് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഇനി ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഇത് ഇരിക്കുമ്പോൾ ഈ കറി ഒന്നുകൂടി സെറ്റാവും. അപ്പോൾ അതുകൂടി ഒന്ന് കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇത് ചോറിനൊക്കെയുള്ള ഒരു ചാറുകറി എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസാക്കണ്ട. അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും. പരിപ്പും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്താൽ മാത്രമേ ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പോട് കൂടി ഇരിക്കുള്ളൂ. അപ്പം ഇതിനി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു അറിയാൻ പറ്റില്ല, ഏകദേശം ഒരു കണക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡിയാവും. പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മീതേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം ഇത്രയും മതി. ഇനി ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റാവും. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല പാകത്തിനായിട്ടുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റിന് എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് തക്കാളി പരിപ്പ് കറി റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്കിതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക്